കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാര ദിനാഘോഷം സംഘടിപ്പിച്ചു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് വ്യാപാര ദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് വ്യാപാര ദിന സന്ദേശം നൽകി. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കാര്യമായ സംഭാവനകൾ നൽകുന്ന വ്യാപാരികളുടെ അധ്വാനത്തെയും സമർപ്പണ മനോഭാവത്തെയും തിരിച്ചറിയുന്നതിനും ആദരിക്കപ്പെടുന്നതിനും വേണ്ടിയുള്ള അവസരമാണ് വ്യാപാരി ദിനം. എന്നാൽ ചെറുകിട വ്യാപാര മേഖല ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. നിരവധിയായ നിയമങ്ങൾക്കും ലൈസൻസുകൾക്കും പുറമെ സ്വദേശി വിദേശി കുത്തകകളുടെ കടന്നുകയറ്റം, ഓൺലൈൻ വ്യാപാരത്തിന്റെ അതിപ്രസരവുമാണ് ഈ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ 2024 കണക്കുപ്രകാരം സംസ്ഥാനത്തെ 10.5 ലക്ഷം വ്യാപാരികളുണ്ട്. 50 ലക്ഷം പേരാണ് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നതും. ദേശീയ വ്യാപാര ദിനത്തിന്റെ ഭാഗമായി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും പ്രകടനവുമായി പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. തുടർന്നാണ് പതാക ഉയർത്തിയത്. അസോസിയേഷനിലെ മുഴുവൻ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. മുദ്രാവാക്യങ്ങളോടുകൂടി നമുക്ക് പതാക ഉയർത്താം. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. 2015 വ്യാപാരികളുടെ ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ഉദ്യോഗ വ്യാപാര മണ്ഡലത്തിന്റെ സ്ഥാപക ദിനമായ ഒക്ടോബർ 9 ദേശീയ വ്യാപാര ദിനമായി ആചരിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ സംഭാവനകൾ നൽകുന്ന വ്യാപാരികളുടെ കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മനോഭാവത്തിന്റെയും തിരിച്ചറിയുന്നതിനും ആദരിക്കപ്പെടുന്നതിനുള്ള ഒരു അവസരമായി വ്യാപാര ദിനം മാറുന്നു. ജോഷി കൂട്ടാട, KB ബഷീർ, സിജോ മോൻ ജോസ്, സാജു പട്ടരുമടം, TM ജോമോൻ, രമണൻ പടന്നയിൽ, റോസമ്മ മൈക്കിൾ, ഷിയാസ് AK എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന.